ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. രുതിരം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടി അഭിനയിക്കുന്ന മലയാള പടമാണിത്. പിന്നെ പണി എന്ന് പറഞ്ഞിട്ടുള്ള പടം തമിഴിൽ ഡബ് ചെയ്ത് റിലീസാകാൻ പോവുകയാണ്. അത് നവംബർ 22 എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസ് മീറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നവീൻ യർനേനി എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വെച്ചതുകൊണ്ട് RC16 പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി ജയ് ഹനുമാൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിറങ്കൽ മൂണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അതർവ് അതേമാതിരി ശരത് കുമാർ റഹ്മാനൊക്കെ അഭിനയിക്കുന്ന പടം അവിടത്തിൻ്റെ റിലീസ് നാളാണ്. അപ്പോൾ അതിൻ്റെ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വന്നു. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡിസംബറിലായിരുന്നു റിലീസിന് എത്താനുള്ള അറിയിച്ചു. പിന്നെ സ്മൈൽ മാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജോലിയോ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിലത്തെ പോലീസുകാരനെ കെട്ടിക്കിട്ട എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി, വീഡിയോ സോങ് ആണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് സോബിൻ ഷാറിൻ്റെ ഒരു സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞിട്ടുള്ള ഗുരു സോമസുന്ദരം അഭിനയിക്കുന്ന പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ N1 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പടം ഡിസംബർ 20 റിലീസിനെത്തുക. പിന്നെ വെണ്ണിലവ് സാറൽ എന്ന് പറഞ്ഞിട്ടുള്ള അമരന്ത പാട്ട് ശിവാർത്തിനും സായിപ്പലി അഭിനയിച്ച പാടാണ്. ആ പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ അമരന്ത ജേണി എന്ന് പറഞ്ഞിട്ട് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ശിവാർത്തിനോട് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണമായിട്ട് ഒരു വീഡിയോ ആണ്. പിന്നെ പരാക്രമം എന്ന് പറഞ്ഞ പടത്തിന് യുവറെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ നീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോങ് അതിൽ പുറത്തിറങ്ങി. അതേമാതിരി ഫ്രം ടുമാറോ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ മൊറ എന്ന് പറഞ്ഞിട്ടുള്ള 25 സെറ്റിലോടിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രീമിയർ ഇന്ന് നടക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. പിന്നെ റക്കായി എന്ന് പറഞ്ഞിട്ടുള്ള എന്തായാലും അടുത്ത് വരാൻ പോണ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 7 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ രാം പൊത്തിനേൻ്റെ 22ാമത്തെ പടത്തിൽ ഭാഗ്യശ്രീ ബോൾസെ ആയിരിക്കും നായിക എന്നുള്ളത് അറിയിച്ചു. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഓവീസ് ഇറ്റ് പോസിബിൾ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങി. പിന്നെ സൂദ് കാവും 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇതിൻ്റെ റിലീസ് ഡിസംബർ 13 എന്നുള്ളത് കൺഫേം ചെയ്തു. പിന്നെ ദ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൻ്റെ 5 ദിവസത്തെ കളക്ഷൻ 11.14 കോടിയാന്നുള്ള അറിയിച്ചു. പിന്നെ ദേവകി നന്ദന വാസുദേവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസിംഗ് ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വന്നു. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞ പടത്തിലത്തെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സീബ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ പെയ്ഡ് പ്രീമിയർ ഇന്ന് മുതൽ നടക്കുന്നുണ്ട്. പിന്നെ ID ദ ഫേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രം എത്തുന്ന പടം അവിടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്താണ് റിലീസിന് എത്തിയിട്ടുള്ളത്. ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയുള്ള പടമാണ് അത്. ഷർഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. എന്തായാലും കേരള തിയേറ്റർ ലിസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കാം. പിന്നെ കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജയരവിയും നിത്യമേനോനും അഭിനയിക്കുന്ന പടം അവിടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് നാളെ 5 മണിക്കാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. റഹ്മാനാണ് പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫും നസ്രിയും മെയിൻ കഥാപാത്രം എത്തുന്ന പടം നാളെ റിലീസിന് എത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പടത്തിന് നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട്. ട്രെയിലർ കണ്ടിട്ട് നല്ല പടമാണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ തെലുങ്കിൽ റിലീസായിരുന്നു. മലയാളത്തിൽ 22 എന്ന് വെച്ചാൽ നാളെ റിലീസിന് എത്താൻ പോകുന്നത്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വെഫർ ഫിലിംസാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ദുൽഖറും ഈ കാ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീമും കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മിസ്യു എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ അഭിനയിക്കുന്നതാണ് ആ പടത്തിൻ്റെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ഫ്ലെയിംസ് വെച്ചിട്ടൊരു സംഭവം. പിന്നെ അരുൺ വിജയ് നായകനായി എത്തുന്ന റെട്ടത്തല എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ജോൺ വിജയുടെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലും അതേമാതിരി ആഹയിലൂടെയും ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഇത് മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഉപേന്ദ്രയുടെ പടം അത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും റിലീസിനെത്തിക്കുന്ന ഗീത ഫിലിംസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ തിരുമാണിക്കുന്ന പറഞ്ഞിട്ടുള്ള സമുദ്രകണി മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിലത്തെ ബൊമ്മക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്, വീഡിയോ സോങ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുജ്ജി തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ വരാൻ പോവാണ്. അത് ഇന്ന് 4-5 വരിക എന്നുള്ള അറിയിച്ചു. അതിൻ്റെ ഒരു ചെറിയ പ്രൊമോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്തുനാം എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കടേഷ് അഭിനയിക്കുന്ന പടം ജനുവരി 14, 2025 റിലീസിന് എത്താനുള്ള ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം ആ പടത്തിലത്തെ കാതൽ ഫെയിൽ അല്ലെങ്കിൽ ജെൻസി സൂപ്പ് സോങ് എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വരാൻ പോവാണ്. അത് നവംബർ 25 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിലത്തെ ഫസ്റ്റ് പാട്ട് ഗോൾഡൻ സ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഓൾറെഡി ഭയങ്കര ഹിറ്റായതാണ്. ഇതും ഹിറ്റാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വാർ 2 ജൂനിയർ NTRും അതേമാതിരി ഋതിക് റോഷനും അഭിനയിക്കുന്ന പടം അവിടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് വർക്ക് ആയി ക്ലൈമാക്സ് ഷൂട്ടാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാൻ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിജയുടെ മോനായിട്ടുള്ള ജെയ്സൺ സഞ്ജയ് സന്ദീപ് ഭൂഷനെ വെച്ചിട്ടാണ് പടം എടുക്കുകയെന്ന് കേട്ടിരുന്നു. അതേമാതിരി എസ്തമനായിരിക്കും പടത്തിൽ മ്യൂസിക് ചെയ്യാമെന്നും കേട്ടിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഓൾറെഡി കൺഫേം ആയതാണ്. ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഡിസംബറിൽ ഈ വർഷം തന്നെ എന്നുവെച്ചാൽ അടുത്ത മാസം ഡിസംബറിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ നെറ്റ്ഫ്ലിക്സും റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റും കൂടിയിട്ടൊരു സീരീസ് സെറ്റാക്കിയിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൗരി ഖാനാണ്, എന്നുവെച്ചാൽ ഷാരൂഖ് ഖാൻ്റെ വൈഫ്. ഡയറക്ഷൻ ചെയ്യുന്നത് ആര്യൻ ഖാനാണ്, എന്നുവെച്ചാൽ ഷാരൂഖ് ഖാൻ്റെ മോന് അല്ലെങ്കിൽ ഗൗരി ഖാൻ്റെ മോന് അങ്ങനെയും പറയാം. അപ്പോൾ സീരീസ് എന്തായാലും 2025 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ സീരീസിനായിട്ട് അതിൻ്റെ ഒരു മ്യൂസിക് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ ബഗീര എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. ഇന്ന് കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം ഈ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങുക. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് 5 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഒന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ ഫാൻസോട് ഒരു ലിസ്റ്റ് പുറത്തിറക്കേണ്ടി വരും. 4 മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ്. പിന്നെ പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് 1 ആ പടം USA ഒന്ന് റിലീസിന് എത്തിയിരുന്നു മറ്റേസ്റ്റിന്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ തന്നെ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കാൻ എന്തായാലും. പിന്നെ പടത്തിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ എവിടെ എന്നുള്ള മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പട്ടണത്തെ പ്രൊമോഷൻ കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് വരാൻ പോണ 24 ആണ്. അത് ചെന്നൈയിൽ വെച്ചിട്ടാണ് ലിയോ മുത്തു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്
എന്തായാലും 5 മണി മുതലാണ് 24-ാം തീയതി നടക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കൊച്ചിയിലാണ് വരുന്നത് നവംബർ 27-ാം തീയതി. അത് സ്ഥലം എവിടെയെന്നുള്ള അറിയിച്ചിട്ടില്ല. മിക്കവാറും ലുലുവിലാവാനാണ് ചാൻസ്. പിന്നെ പടത്തിലത്തെ ഒരു ഐറ്റം സോങ് ശ്രീലീല വന്നിട്ടുള്ള ഐറ്റം സോങ് ഉണ്ട്. അല്ലർജുനും ശ്രീലീലയും കൂടി ഡാൻസ് ഉള്ള ഒരു പാട്ടാണ്. അതിന്റെ പേരായി പറഞ്ഞ കേൾക്കുന്ന കിസിക് എന്നുള്ളതാണ്. ആ പാട്ട് 23-ാം തീയതി റിലീസാവും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ റിലീസ് ആയേക്കാം. പിന്നെ ദുൽഖർ സൽമാനും സൂര്യയും കൂടി അഭിനയിച്ച് വരാനിരുന്ന പടമാണ് പുരാണനൂർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. സുധാ കൊങ്കാര എടുക്കുന്ന പടം. ആ പടത്തിൽ ഇവരുണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരുടെ പകരം ശിവകാർത്തികനായിരിക്കും അതിൽ വരിക എന്നുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കൂടെ ഇപ്പോൾ അഥർവ അതേമാതിരി ജയരവി ശ്രീലീല ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ടൊരു അനൗൺസ്മെന്റ് വന്നാലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ സൂര്യ 45 സൂര്യയുടെ 45-ാമത്തെ പടമായിട്ടുള്ള ആർജ ബാലാജി എടുക്കുന്ന പടം റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. അതിൽ സൂര്യയുടെ നായിക എഴുതുന്നത് തൃശ്ശ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. തൃശ്ശ ഇപ്പോൾ മൊത്തത്തിലൊരു റീയൂണിയൻ പോലെയാണ്. ലിയോയിൽ വന്നു, അതേമാതിരി വീടാമുറിച്ചിൽ വന്നു. ഇനിയിപ്പോൾ അടുത്തത് സൂര്യ 45 വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടം ധനുഷ്, ലക്ഷ്മികാന്തന, നാഗാർജുന ഒരു 3 ആൾക്കാർ അഭിനയിക്കുന്ന പടമാണ്. മെയിനായിട്ട് ശേഖർ കമ്മുലയാണ് പടം എടുക്കുന്നത്. ഈ പടത്തിൻ്റെ റിലീസ് ഫെബ്രുവരി 21-ാം തീയതി 2025 എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കാർത്തിയുടെ അടുത്ത റിലീസിനെത്താൻ പോകുന്ന പടമാണ് വാത്തീർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇതിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല ടീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എന്തായാലും അതിൻ്റെ റിലീസ് ജനുവരി 26-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി ആയിരിക്കും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 24-ാണ് കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3rd സിംഗിൾ അത് വരാൻ പോകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതൊരു മെലഡി സോങ് ആണെന്നുള്ളത് തമിഴ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല പാട്ട് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ മമ്മൂട്ടിനെ വെച്ചിട്ട് മാഷിനാരനെ എടുക്കുന്ന പടം ഒരു ബിഗ് ബഡ്ജറ്റ് പടം തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മോഹൻലാൽ ഉണ്ട്, കുഞ്ചാക്കോ ഉണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്. അതുകൂടാതെ രഞ്ജി പണിക്കർ, ഷഹീൻ സിദ്ദീഖ്, ദർശന രാജേന്ദ്രൻ, പ്രകാശ് ബലവതി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു പൂജാ വീഡിയോ ഒക്കെ പുറത്തിറക്കിയിരുന്നു. അതിൽ മമ്മൂട്ടിയുടെ ലുക്കൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. ഒരു മീശൊക്കെ പിരിച്ചിട്ടുള്ള രീതിയിലുള്ള ലുക്കാണ്. എന്തായാലും മമ്മൂട്ടിക്കും മോഹൻലാലിന് ഈ പടത്തിൽ 2 ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. 2 ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടൊക്കെ വരുന്നത്. പിന്നെ ശ്രീലങ്കയിലും മോഹൻലാലിന് ആകെ കൂടിയിട്ട് ഒറ്റ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ ഷൂട്ട് കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു ജോയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഫഹദ് ഫാസിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ല, ഫഹദ് ഫാസിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് കുഞ്ചാക്കോവനും മാഷിനാരായണനും മമ്മൂട്ടിയും ഫഹദ് ഫാസിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. മോഹൻലാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആൾ പോയി. ശ്രീലങ്കയിലെ ആൾക്ക് ആകെ ഒറ്റ ഷൂട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ഷെഡ്യൂളിലായിരിക്കും മിക്കവാറും ഷൂട്ട് ഉണ്ടാവുക. ഏകദേശം 1 മാസത്തെ ഷൂട്ടാണ് മോഹൻലാലിന് ഉള്ളതെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ്രോ ജോസഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പടത്തിന് ഇപ്പോൾ തൽക്കാലം പേരിട്ടിട്ടുള്ള ഒരു വലിയ പേരാണ് JJFC MMM എന്നുവെച്ചാൽ ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി, മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പടം ഗംഭീരമാവട്ടെ. ഏകദേശം 6 മാസത്തോളം ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും പടം കിട്ടുള്ളൂ. 6 മാസമല്ല, 6 മാസം ഷൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വർക്കുകൾ ഉണ്ടാവും. കഴിഞ്ഞിട്ട് അടുത്ത വർഷം എന്തായാലും പടം റിലീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.